ആദ്യ കല്യാണ വിളി അവിടെ നിന്ന് തന്നെ ആവട്ടെ. ആ അത് ശരി. നീ അയാളെ പാതി ജീവനാക്കി ഇട്ടതും പോരാ, നീ അയാളെ ഇനി കല്യാണത്തിനൂടി ക്ഷണിക്കണോ? ഞാനോ? മഹേന്ദ്രനെ പാതി ജീവനാക്കിന്നോ? മാണിക്കോത്തും മഹേന്ദ്രനെ ആ പരുവത്തിനാക്കിയത് അയാളുടെ മകൻ ശിവനല്ലേ? ഞാൻ പോയിട്ട് വരാം. ആ സാറേ, ഇതാ സൂപ്രണ്ട്. നമസ്കാരം സാറേ. സാറേ, ഇവിടെ സർജറിക്ക് അഡ്മിറ്റ് ആയിട്ടുള്ള സുധാകരന്റെ പെങ്ങളാ. സാറിനെ ഒന്ന് പരിചയപ്പെടുത്താൻ ഡോക്ടർ ജേക്കബ് കുര്യൻ സാർ പറഞ്ഞു. സാറേ, ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾ ഇവിടെ വരുന്നത് സൗജന്യ ചികിത്സ പ്രതീക്ഷിച്ച. പക്ഷെ ഇവിടെ എത്തിക്കഴിയുമ്പോഴാ പച്ചവെള്ളം കുടിക്കുന്നതിന് വരെ പണം കൊടുക്കണമെന്ന് അറിയണത്. രക്തം പരിശോധിക്കുന്ന സ്ഥലത്തും ഷുഗർ നോക്കുന്ന സ്ഥലത്തും എന്തിന് പ്രഷർ ചെക്ക് ചെയ്യാൻ വരെ പണം കൊടുക്കണം. ഇനിയിപ്പോ രോഗികളെ കാണാൻ വരുന്നതിന് അവിടെ ഗേറ്റിലും കൊടുക്കണം 10 രൂപ. ഇതെല്ലാം വെറും തെറ്റിദ്ധാരണയാണ്. ഞങ്ങൾ ഇവിടെ ഗേറ്റിൽ വാങ്ങിക്കുന്ന 10 രൂപ ഹോസ്പിറ്റലിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ടുള്ള ജനങ്ങളുടെ സഹായമായിട്ടാണ് കണക്കാക്കുന്നത്. പിന്നെ ഓപ്പറേഷന്റെ കാര്യം അത് തികച്ചും സൗജന്യമാണ്. പക്ഷേ അതിനുവേണ്ട സാധന സാമഗ്രികൾ വാങ്ങിക്കാൻ സർക്കാർ തലത്തിൽ നിന്നും ഫണ്ടൊന്നും വരുന്നില്ല. എന്ന് വെച്ച് ഓപ്പറേഷൻ നടത്താതിരിക്കാൻ പറ്റുമോ? ആ ഫണ്ട് വന്നിട്ട് നടത്താമെന്ന് വിചാരിച്ചിരുന്ന അതുവരെ പേഷ്യന്റ് ജീവിച്ചിരിക്കണമെന്നുമില്ല. ഒരു വലിയ തുക തന്നെ ആവുമെന്നാ കേട്ടത്. എന്റെ ചേച്ചി വീട് പണിയൊക്കെ ചെയ്താ സാറേ കുടുംബം നോക്കുന്നത്. ഭർത്താവ് വർഷങ്ങളായിട്ട് കിടപ്പില്ല. എനിക്കാണെങ്കിൽ തൊണ്ട് തല്ലുന്ന പണിയാ. ചേട്ടനെ നോക്കാൻ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ആ പണിക്കും പോകാൻ പറ്റണില്ല. ശരി, എങ്കിൽ എന്റെ ഒരു സുഹൃത്തിന്റെ ഷോപ്പിലേക്ക് ചെന്നാൽ മതി. അത് ഈ സുധേവൻ കൊണ്ടുപോകും. ഒരു 2000 രൂപ കുറച്ച് ഞാൻ വാങ്ങിത്തരാം. അതുപോലെ വലിയ ഉപകാരം സാറേ. സുധേവ, എഡ്വിനോട് സംസാരിച്ച് കാര്യങ്ങൾ ശരിയായി കൊടുക്കുക. ആ അത് ചെയ്യാം സാർ. പാവങ്ങളല്ലയോ? ആ ഓ വേണ്ട പോലെ ചെയ്യാം സാറേ. ഇയാള് വേണ്ട ചെയ്തരും കേട്ടോ. അപ്പൊ ഈ രക്തത്തില് സൂപ്രണ്ടിനും പങ്കുണ്ട്. നിങ്ങളൊന്നും പേടിക്കണ്ട, എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. ആ കിറ്റ് വാങ്ങിക്കാനുള്ള പണം മാത്രം കൊണ്ടുവന്നാ മതി. അല്ല, ഇവിടെ ഒന്നും കിട്ടിയില്ല. അത് ഞാൻ തരാം. ആവശ്യമുണ്ടായിട്ട് വാങ്ങിക്കുന്നതല്ല, പക്ഷേ ഇതൊരു ശീലമായിപ്പോയി. കിട്ടിയില്ലെങ്കിൽ വല്ലാത്തൊരു സങ്കടാവസ്ഥയാ. ആ അപ്പൊ കാശ് റെഡിയാക്കി വെച്ചോ, സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങി തന്നോളാം. ചെറിയ കളികളല്ല ഇവിടെ നടക്കുന്നത്, എല്ലാം വലിയ പുള്ളികളാ. കാശ് വാങ്ങി പഴക്കം വന്ന വൻ പുലികൾ. ഹലോ, എന്തായി നിന്റെ കാര്യങ്ങൾ? എവിടം വരെയായി നിന്റെ ശിവനോടുള്ള പ്രതികാരം? ശിവന്റെ ചങ്ക് തകർക്കാൻ പറ്റുന്ന ഒരു സംഭവം വന്ന് പെട്ടതാ. പക്ഷേ അത് കയ്യിന്ന് വഴുതിപ്പോയി. ഇല്ലെങ്കിൽ ശിവന്റെ അച്ഛനിന്ന് പടമായിട്ട് ഭിത്തി കയറിയനെ. ഏയ് തെളിച്ചു പറ. ഞാനും ഡേവിസും കൂടി ഒന്ന് പുറത്തു പോയിട്ട് ബൈപ്പാസിൽ കൂടി വരുമായിരുന്നു. അപ്പന്റെ വാക്ക് കേൾക്കാൻ നിൽക്കാതെ ആ സെക്കൻഡിൽ അങ്ങ് തീർത്താ മതിയായിരുന്നു. എങ്കിൽ ശിവൻ കണ്ണീര് ഒലിപ്പിച്ച് ചങ്കും കീറി തേരപ്പാര നടക്കുന്നത് കൺകുളിർക്കെ കാണായിരുന്നു. എന്നിട്ടെന്താ, മഹേന്ദ്രൻ രക്ഷപ്പെട്ടോ? ജീവൻ തിരിച്ചു കിട്ടിയെന്നാ പറയുന്നത്. പക്ഷേ കൊല്ലാൻ നോക്കിയത് ആരാണെന്ന് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. തീർക്കാൻ തന്നെയാ ഞങ്ങൾ അയാൾ അവിടുന്ന് മാറ്റിയിട്ടത്. പക്ഷെ മുടിഞ്ഞ അയാളുടെ ആയുസ് കാരണം ഇപ്പോഴും ജീവന്റെ തുടുപ്പ് അയാൾ കൊണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. കൊല്ലാൻ നോക്കിയവരെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഈ ശിവനും മഹേന്ദ്രനും തമ്മിൽ എങ്ങനാ? അവര് ശത്രുക്കളല്ലേ? അതെ. എങ്കിൽ നമുക്കൊരു കളി കളിക്കാം. ശിവൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്തൊരു കളി.
ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കോ? അതിനുള്ള വഴിയൊക്കെ നമ്മുടെ ആ SI സോമശേഖരൻ ചെയ്തോളൂ. അയാൾക്കും അവനെ എങ്ങനെയെങ്കിലും ഒതുക്കണം. എന്നാ പിന്നെ ഇപ്പൊ തന്നെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിക്കോളൂ. നമുക്ക് നഷ്ടപ്പെടുത്താൻ സമയമില്ല. പക്ഷെ ചെയ്തു കൂട്ടാൻ ഒരുപാടുണ്ട് താനും. അപ്പൊ പുതിയ തന്ത്രത്തിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ഇതൊരു ന്യൂക്ലിയർ ബോംബാ. ശിവന്റെ ചങ്കിൽ തന്നെ തറയ്ക്കണം. നമ്മുടെ സിറ്റി ബ്രാഞ്ചിലെ സ്റ്റാഫുകളുടെ പേരൊക്കെ എഴുതിയല്ലോ. അതല്ലേ എഴുതി. ആ ദീന കൊച്ചമ്മ, അവരുടെ 2 മക്കളും ദുബായില. ദീന കൊച്ചമ്മയും മരുമക്കളും 2 പേരും വരും. നമ്മുടെ വീട്ടിലുണ്ടാവുന്ന എല്ലാ ചടങ്ങിലും പങ്കെടുക്കുന്നവരാ. ഒരു കവർ പോരെ? അല്ല, ആരുടെ പേരിലാണ് എഴുതേണ്ടത്? ദീന എന്നാ. ആ ഒരു പേരെ എനിക്കറിയാൻ പാടുള്ളൂ. ആ ശരി. മാണിക്കോത്ത് മഹേന്ദ്രൻ, ആ പേരെഴുതിയില്ലേ? ആദ്യ കല്യാണ വിളി അവിടെ നിന്ന് തന്നെ ആവട്ടെ. അത് ശരി. നീ അയാളെ പാതി ജീവനാക്കി ഇട്ടതും പോരാ, നീ അയാളെ ഇനി കല്യാണത്തിനൂടി ക്ഷണിക്കണോ? ഞാനോ? മഹേന്ദ്രനെ പാതി ജീവനാക്കിന്നോ? മാണിക്കോത്ത് മഹേന്ദ്രനെ ആ പരുവത്തിനാക്കിയത് അയാളുടെ മകൻ ശിവനല്ലേ? അതേന്നെ, സ്വന്തം തന്റെ കൊല്ലാറാക്കിയത് അയാളുടെ മകൻ ശിവൻ തന്നെയാ. ദൃക്സാക്ഷികളൊക്കെ ഉണ്ടാവും. അതിനുള്ള പണി ഞാൻ എടുത്തിട്ടുണ്ട്. അത് കൊള്ളാടി മോളെ. അപ്പനും മകനും തമ്മിൽ വാളെടുക്കാൻ ഇതിൽ പരം വേറൊരു പണി വേണ്ട. അതെ, ഇത് കലക്കി. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ മഹേന്ദ്രൻ തന്നെ എടുത്തോളും ശിവന്റെ തല. ഈ തന്ത്രങ്ങളൊക്കെ നിന്റെ തലേന്ന് വന്നതോ നീ എവിടുന്നെങ്കിലും കടമെടുത്തതോ? എങ്ങനെയായാലും ഒടുവിൽ ചെന്ന് നിൽക്കേണ്ടത് മാണിക്കോത്ത് കുടുംബത്തിന്റെ സർവനാശത്തിൽ തന്നെയാ. അച്ഛനോ മകനോ ആരാണ് ആദ്യം വീഴുന്നെന്ന് നമുക്ക് കണ്ടറിയാം. കൊള്ളാവടി മോളെ, ഇപ്പോഴാ നീ എന്റെ പൊന്നുമോളായത്. അല്ല, എങ്ങനെയുണ്ട് സാറേ, സുഖമായോ? ആ, സുഖമായി വരുന്നു. ഇതെങ്ങനെയാ സംഭവിച്ചേ? രാത്രിയിൽ ഒരു നെഞ്ചുവേദന അനുഭവപ്പെട്ടപ്പോ ഹോസ്പിറ്റലിലേക്ക് വന്നതാ. പക്ഷെ ആ പണി നടക്കുന്ന സ്ഥലത്ത് വന്നപ്പോ കാറിന്റെ നിയന്ത്രണം അങ്ങ് പോയി. എവിടെയോ ഇടിച്ചു കയറ്റിയതായിട്ട് ഓർമ്മയുണ്ട്, പിന്നെ ഒന്നും ഓർമ്മയില്ല. മക്കളുടെ ഭാഗ്യം കൊണ്ട് ജീവൻ പോയില്ല. മക്കളുടെ ഭാഗ്യം കൊണ്ടൊന്നും പറയല്ലേ മഹേന്ദ്ര സാറേ.